എനിക്ക് പിന്നെ ലക്ഷദ്വീപിനെ കുറിച്ച് 1-2 വരികൾ കൂടി പറയാനുണ്ട്. അതായത് കുറ്റകൃത്യ നിരക്ക് ഏറ്റവും കുറവുള്ള, തുറന്നിട്ടിരിക്കുന്ന വാതിലുകളുണ്ട്, ജയിലുകൾ ഇല്ലാത്ത നാട്, തുറന്നിട്ടിരിക്കുന്ന വാതിലുകൾ രാത്രിയിൽ പോലും. ഒരുപക്ഷെ ആ നാട്ടുകാരെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് വെച്ചാൽ ഈ കാർഷിക വിഭവങ്ങളെല്ലാം തന്നെ പുറത്താണ് അവിടെ സൂക്ഷിക്കുന്നത്. ആരും ഒന്നാമത്തെ കാര്യം അവിടെ ചെറിയ വീടുകളാണ്, ചെറിയ ചെറിയ കുടിലുകൾ പോലുള്ള സ്ഥലമാണ്. എല്ലാവരും കാർഷിക വിഭവങ്ങളടക്കം പുറത്താണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ വളരെ സത്യസന്ധരായിട്ടുള്ള വളരെ നല്ല മനുഷ്യർ ജീവിക്കുന്നൊരു പ്രദേശമാണ്. അവിടേക്ക് പോയി ഞാൻ ഇന്നലെ പറഞ്ഞത് പിന്നെ പൃഥ്വിരാജിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. പൃഥ്വിരാജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ്. അത് അവരുടെ ഭക്ഷണത്തിലും അവരുടെ ജീവിത രീതിയിലൊക്കെ ഇടപെട്ട് നമ്മൾ അതിനെ ഒന്ന് വിഷമയമാക്കാൻ ശ്രമിച്ചാൽ അതിനെ എതിർക്കുകയും അതേസമയം മാൽദ്വീപിനെ റീപ്ലേസ് ചെയ്ത് ലക്ഷദ്വീപിനെ കൊണ്ടുവരാനുള്ള ഇതിനെ നീക്കത്തെ സ്വാഗതം ചെയ്യും. ഈ ലക്ഷദ്വീപിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റ് ഒന്നും ഈ പൃഥ്വിരാജിന്റെ ഭാഗത്തുനിന്ന് ഞാൻ കണ്ടില്ല. പൃഥ്വിരാജ് രാവിലെ എഴുന്നേറ്റ ഉടനെ പിന്നെ നമ്മളുടെ ഒരു അജണ്ട അനുസരിച്ചിട്ട് ഫേസ്ബുക്ക് ഇടണം എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. പക്ഷേ പൃഥ്വിരാജ് അന്ന് വളരെ കാലികമായ വിഷയത്തിലായിരുന്നു ഇടപെട്ടിരുന്നത്. അത് പിന്നീട് ചർച്ചയായി മുന്നോട്ട് പോവുകയും ചെയ്തു. പിന്നെ പൃഥ്വിരാജ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് അതിനെക്കുറിച്ച് പ്രതികരിക്കണം എന്ന് പറയുന്നതിലൊന്നും. ഒരു കാര്യം പറയട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം പൃഥ്വിരാജിന്റെ അവസ്ഥ എന്താണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ? ഇത്തരം ഈ സ്റ്റാർ വാലി ഉള്ളവർ പല വിഷയങ്ങളിൽ സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുന്നത് ഈ നിലയിലുള്ള ആക്രമണം, ഇത്തരത്തിലുള്ള ആക്രമണം പൃഥ്വിരാജ് ഭയപ്പെട്ടു എന്നല്ല പറയുന്നത്, പക്ഷെ പലരും അതുമായി ചേർന്ന് പോകാത്തത് അതുകൊണ്ടായി. ഈ ലക്ഷദ്വീപിൽ ഞാൻ പോയിട്ടില്ല, പക്ഷേ ലക്ഷദ്വീപിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതിനൊരു ഒരു കാരണം എന്താ അറിയോ? PM സയ്യിദാണല്ലോ ഈ ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ, ഭയങ്കര പവർഫുള്ളായ നേതാവുമായിരുന്നു ഇപ്പോൾ കോൺഗ്രസിൻ്റെ അല്ലേ PM സയ്യിദ്. അപ്പോൾ PM സയ്യിദിൻ്റെ ഈ വിരുന്നുകളുണ്ട് പിന്നെ പാർലമെൻറ്റിലും അദ്ദേഹത്തിൻ്റെ വസതിയിലുമായിട്ട് ചില സമയങ്ങളിൽ. ഡൽഹിയിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഞാൻ പോയിട്ടില്ല. പക്ഷെ ഞാൻ പോയിട്ടുണ്ട്. അതിഗംഭീര ഫിഷൊക്കെ ആയിട്ട് ലക്ഷദ്വീപിൽ നിന്ന് വരുന്ന ഫിഷൊക്കെ. PM സയ്യിദ് ഒന്നാമത് നല്ല ഗംഭീര ഹോസ്റ്റുമാണ്. പൊതുവെ ലക്ഷദ്വീപ് വേറെ നല്ല ഹോസ്റ്റാണ്, അതിഗംഭീര ഹോസ്റ്റാണ്, അതിഗംഭീരമായിട്ടുള്ള. പിന്നെ ഈ 2 വിരുന്നുകളിലാണ് ഏറ്റവും നല്ല ഫിഷ് കിട്ടുക ഡൽഹിയിൽ. ഒന്ന് PM സയ്യിദിൻ്റെ, പിന്നെ ഒന്ന് വെങ്കയ്യ നായിഡുവിൻ്റെ. വെങ്കയ്യ നായിഡു അതിഗംഭീര ഈ പ്രോൺസ് ഒക്കെ ഉണ്ടല്ലോ, ആന്ധ്രാപ്രദേശിൽ നിന്ന് പ്രോൺസ് കൊണ്ടുവരും. ഈ നേരത്തെ വെങ്കയ്യ നായിഡുവിൻ്റെ ഉച്ചഭക്ഷണം കഴിക്കാൻ നേരത്തെ പോയില്ലെങ്കിൽ പ്രോൺസ് തീർന്നു പോകും. അങ്ങനെ പ്രശ്നമുണ്ട്. കാരണം അന്ന് എൻ്റയർ ഡൽഹി പത്രക്കാർ നേരത്തെ ഇല്ല, ഞാൻ ഈ പ്രോൺസ് കഴിക്കലില്ലാത്തതുകൊണ്ട് ഞാനൊരു 1 മണിയൊക്കെ ആകുമ്പോൾ എത്തത്തുള്ളൂ. അല്ല, പ്രോൺസ് കഴിക്കും, അതല്ല, പക്ഷെ അതിനകത്ത് തിരക്കില്ല എനിക്ക്. നമുക്ക് വളരെ സജീവമായ ഒരു വാർത്തയിലേക്ക് കൂടി ഓടിയെത്തും.